ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ എന്ത് പണിയോടെ കാണിച്ചത്? ആവണി മോളെ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ താൻ ഈ റിസ്ക് എടുത്തേ? വയ്യാതിരിക്കുന്ന ഈ സമയത്ത് താൻ എന്തിനാ അങ്ങോട്ട് പോയേ? അമ്മ ഒന്ന് കേൾക്കണം. ശരീരം അനക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകങ്ങളോട് പറഞ്ഞതാ. ആറ്റുനോറ്റ് പ്രാർത്ഥനയും വഴിപാടും കഴിച്ച് കിട്ടിയ കുഞ്ഞാ ഇത്. ഈ ടെൻഷന്റെ ബഹളത്തിനിടയ്ക്ക് അതിനെന്തെങ്കിലും സംഭവിച്ച? കുടുംബത്തിൽ എന്ത് കാര്യം വന്നാലും മുന്നും പിന്നും നോക്കാതെ അതിനുവേണ്ടി ചാടിയിറങ്ങും. ഇനിയെങ്കിലും അതൊന്ന് നിർത്താൻ അമ്മയുള്ളോടൊന്ന് പറയണം. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് എനിക്കെന്തെങ്കിലും സംഭവിക്കും. സച്ചേട്ടാ, എന്തിനെങ്കിലും വിഷമിക്കുന്നു? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആവണിമോള് ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരികയും ചെയ്തു. അവരിതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് തനിക്കറിയാവോ? എന്നിട്ടും തനിക്കെന്താ ഇത്ര സീരിയസ്നെസ് ഇല്ലാത്തത്? സച്ചേട്ടാ, അനൂപിനെ രക്ഷിക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് ആവണിമോ കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ മധുവിനെ പോയി കണ്ടത്. എന്നിട്ട് അവന്റെ കാല് പിടിച്ചു അല്ലേ? ആവണിമോക്ക് വേണ്ടി ഞാൻ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കും. അവളെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല. ആ മധുവിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവന് മനസ്സിലായി. ആവണിമോളെ അവര് തന്നെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇല്ലാതാവോ? എടോ, ഇപ്പൊ താൻ ഒറ്റയ്ക്കല്ല, ഉള്ളിലൊരു ജീവൻ കൂടിയുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കരുത്. മോളെ, സച്ചി പറയുന്നത് ശരിയല്ലേ? അവൻ പോയി മോളെ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ? പിന്നെ നീ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ആ സമയത്ത് എനിക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം. എനിക്ക് ജീവനുണ്ടെങ്കിൽ അനൂപേട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇക്കാര്യം അമ്മ ഏട്ടത്തിയോടും കൂടി പറഞ്ഞേക്കാം. സച്ചേട്ടാ, വണ്ടി എടുക്ക, നമുക്ക് പോവാം. സച്ചേട്ടാ, വാ പോവാം. മോനിനി അവളെ വഴക്കൊന്നും പറയണ്ട. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. അമ്മേ, അർച്ചനയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. 3 മാസം ശരീരം അനക്കാൻ പാടില്ല, റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ കേൾക്കാതെ അവളിങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാനോട് വഴക്ക് പറഞ്ഞു. അനുപേട്ടന്റെ കാര്യത്തില് നിങ്ങളുടെയൊക്കെ വിഷമം എനിക്കറിയാം. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം തീർത്ത് അനുപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. പോയിട്ട് വരാം.